തൃശൂരിലെ അന്വേഷണ റിപ്പോർട്ട് വിവാദത്തിൽ പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയതാണ് താൻ ചെയ്ത തെറ്റെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. റിപ്പോർട്ട് പുറത്തായ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നിലപാട് തിരുത്തി. റിപ്പോർട്ട് വ്യാജമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പകർപ്പ് സ്വന്തം നിലയിൽ പ്രചരിപ്പിച്ചത് എന്നാണ് അനിൽ അക്കരയുടെ പുതിയ വാദം. തൃശൂർ തോൽവിയിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിനു ശേഷം ആദ്യമായാണ് കെ മുരളീധരൻ പ്രതികരിക്കുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുരളീധരൻ തള്ളുന്നില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരിക്കാൻ ഇറങ്ങിയതാണ് താൻ ചെയ്ത തെറ്റെന്ന് മുരളീധരൻ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിന് നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. പുറത്തുവന്ന റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയെന്ന് ആരോപിച്ച് മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകിയ അനിലക്കരെ നിലപാടിൽ മലക്കം മറിഞ്ഞു. റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ടത് അനിലക്കരയാണെന്ന വസ്തുത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. റിപ്പോർട്ട് വ്യാജമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സ്വന്തം നിലയിൽ റിപ്പോർട്ട് പ്രചരിപ്പിച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിൽ എതിർപ്പുള്ളവരാണ് പിന്നിലെന്നും അനിലക്കര. ഒരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനകത്ത് 23-ാമത്തെ നമ്പർ പേജാണെന്ന് തോന്നുന്നു, പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ DTP എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇത് കിട്ടാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് കിട്ടാൻ വേണ്ടിയും അപ്പോൾ തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാനത് ലോഡ് ചെയ്തിട്ടുണ്ടായി. റിപ്പോർട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിവാദ റിപ്പോർട്ട് അനിലക്കര ഫേസ്ബുക്കിൽ പങ്കുവച്ചതിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുണ്ട്. നിലവിലെ വിശദീകരണം KPCC മുഖവിലക്കെടുത്തിട്ടുമില്ല. 24 തൃശൂർ.